ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ അനുകൂലിച്ചും അതേപോലെ തന്നെ ആ സമരത്തെ തുറന്നു കാട്ടിയും പല മാധ്യമങ്ങളും ഒരുപാട് വാർത്തകൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. ആ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ, ചാനലിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന വിഷയം നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു ഒരേ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ ഈ സമരം നടക്കുന്ന വേദിയിലൊന്നും തന്നെ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊന്നും തന്നെ ഇവരിതല്ല പറയുന്നത്. ഇവർ പറയുന്നത് മറ്റു പല CAA കുറിച്ച് പറയുന്നുണ്ട്, ഭരണഘടനയിലെ 370 വകുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, മുസ്ലിം ഏകീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ കാര്യമായിട്ടാരും അവിടുത്തെ സമരം നടക്കുന്ന വേദികളിലൊന്നും തന്നെ നീറ്റായിരുന്നില്ല പ്രധാനപ്പെട്ട വിഷയം. സത്യത്തിൽ നീറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വിഷയമാണോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. കാരണം ഇന്ത്യയിൽ ഇതിനെതിരായിട്ട്, ഇപ്പം നീറ്റിനെതിരായിട്ട് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് കൂടി രംഗത്തെത്തിയതോടുകൂടി കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന ഇത്തരത്തിലുള്ള പരീക്ഷാ ചോർച്ച, ആ ചോർച്ചയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം പല മാധ്യമ പ്രവർത്തകരും അത് പറയുന്നുണ്ട്. കാരണം പരീക്ഷാ ചോർച്ച അത് BJPയുടെ കാലത്ത് നടന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. BJPയുടെ കാലത്ത് നടന്നത് ഇപ്പോഴാണ്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാലത്താണ്. ആ സമയത്ത് തന്നെ ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടൊരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷൻ നിരവധി നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾ നടത്തണമെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന്. പല നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കി വരികയാണ്, പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. പാർലമെൻ്ററി കമ്മിറ്റി തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. രാധാകൃഷ്ണൻ ISRO ചെയർമാനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലായില്ല എന്ന് പാർലമെൻ്ററി സബ് കമ്മിറ്റിയിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തു തന്നെയായാലും നീറ്റ് പരീക്ഷയെ തുടർന്ന് സർക്കാർ വീണ്ടും പരീക്ഷ നടത്തി എന്നുള്ളത്. ഏതാണ്ട് 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 11 ലക്ഷത്തിലധികം പേർ ക്വാളിഫൈഡ് ആയി. ഇത്തവണ പരീക്ഷ വീണ്ടും നടത്തിയ സമയത്ത് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരാളുടെ പരീക്ഷാ സെൻറ്റർ ഗൾഫിലേക്ക് മാറ്റി എന്നൊക്കെ ഉള്ളത് വലിയ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥി തന്നെയാണ് അതിന് ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ അത് മാറ്റിയത് എന്നുള്ള എൻ്റെ രേഖകളൊക്കെ തന്നെ NTA പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അതോടുകൂടി ആ വിവാദവും ഇല്ലാതായി. ആ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ തന്നെ പ്രവേശനത്തിൻ്റെ പിറകെ ഇപ്പം നടക്കുകയാണ്. അവരുടെ പ്രക്രിയയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ പ്രക്രിയയൊക്കെ കഴിഞ്ഞു. അവരുടെ പ്രവേശന നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു വളരെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം എന്ന് പറയാമെങ്കിൽ പോലും ഏറ്റവും ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. കാരണം ഏതാണ്ട് 150ഓളം പരീക്ഷാ ലീക്കുകൾ, അതിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് ഭരണകാലത്ത് ഒരുപാട് ലീക്കുകൾ നടന്നതിൻ്റെ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ എടുത്തു വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, 2004 CBSE ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ലീക്കാവുന്നത്. അതിലെ ചോദ്യപേപ്പർ ലീക്കാവുന്നു. അത് വലിയ വിവാദമായതാണ്. 2006 CBSE 12ാം ക്ലാസ്സിലെ അക്കൗണ്ടൻസി പേപ്പർ പരീക്ഷയെ ചോർന്നു. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ ചോർന്നു. 2011 AIEE ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്ക് ഉണ്ടായി. 2012 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പ്രവേശന പരീക്ഷയുടെ പേപ്പർ ചോർന്നു. 2013 മഹാരാഷ്ട്രയിലെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ്റെ പേപ്പർ ചോർന്നു. 2013 തന്നെ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ ചോർന്നു. 2014 രാജസ്ഥാനിലെ PSC പരീക്ഷാ പേപ്പർ ചോർന്നു. 2014 CBSEയുടെ 10ാം ക്ലാസ്സിലെ മാത്സ് പരീക്ഷ ചോർന്നു. 2014 തന്നെ CBSEയുടെ 2014 12ാം ക്ലാസ് പരീക്ഷയുടെ എക്കണോമിക്സ് പേപ്പർ ചോർന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് നടന്നത്. അന്നൊന്നും ഒരു മുഖ്യമന്ത്രിമാരോടും ഒരു പ്രധാനമന്ത്രിയോടും ഒരു വിദ്യാഭ്യാസ മന്ത്രിയോടും രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ BJP ഭരണ സമയത്ത് ഇത് പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വീഴ്ച വരുന്നത് എന്നുള്ളത് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി വിദഗ്ധമായൊരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തി. അതിനുശേഷം എന്ത് ചെയ്തു? ആ പരീക്ഷ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് യാതൊരു അപാകതയില്ലാതെ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ വീഴ്ച ഒരു
നിരന്തരമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പരീക്ഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകളിൽ ഒന്ന് മാത്രമായിരുന്നു. അപ്പോൾ നേരത്തെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടുള്ള സമയത്താണ് വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായത്. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുന്ന ആ വീഡിയോ, അശോക് ഗെഹ്ലോട്ടിനെ ന്യായീകരിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് അശോക് ഗെഹ്ലോട്ട് നിസ്സഹായനാണ്, അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു രാജസ്ഥാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പരീക്ഷ ലീഗ് ചോദ്യപേപ്പറിൻ്റെ ചോർച്ച, ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്, അത് പരിഹരിക്കണം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അല്ലാതെ അശോക് ഗെഹ്ലോട്ട് രാജിവെക്കണം എന്നല്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കാരണം അശോക് ഗെഹ്ലോട്ട് അവരുടെ പാർട്ടിക്കാരനായിരുന്നു. ഇപ്പം ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, അവരൊരു സമരത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ഈ സമയത്ത് റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും അവർ ഒരുപാട് പഴയ കാല കണക്കുകളാണ് എടുത്ത് കൊണ്ടുവരുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, റിപ്പബ്ലിക് TV ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവിൻ്റെ അനുജനാണ് സഞ്ജയ് ഗാന്ധി. ആ സഞ്ജയ് ഗാന്ധിയാണ് 86 ലക്ഷം പേരെ നിർബന്ധ വന്ധ്യീകരണത്തിന് വിധേയരാക്കിയത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായിരുന്ന ഹിറ്റ്ലർ പോലും ചെയ്യുന്നതിനേക്കാൾ അധികം, ഹിറ്റ്ലർ ജൂതന്മാരെയോ മറ്റുള്ള എതിരാളികളെയൊക്കെ തന്നെ നിർബന്ധ വന്ധ്യീകരണത്തിന് വിധേയമാക്കിയതിനേക്കാൾ കൂടുതലായിരുന്നു സഞ്ജയ് ഗാന്ധി ചെയ്തത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും അധികം സിഖുകാരെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. അന്ന് എന്താ സംഭവിച്ചത്, അവരതിനെ ന്യായീകരിച്ചത് പിന്നെ വൻമരം വീണാൽ ഭൂമി അല്പം കുലുങ്ങുമെന്നാണ് പറഞ്ഞത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന വാജ്പേയി പറഞ്ഞു, മരം വീണാലല്ല ഭൂമി കുലുങ്ങുക, ഭൂമി കുലുങ്ങുമ്പോഴാണ് മരം വീഴുക എന്ന് അദ്ദേഹം തിരുത്തുകയാണ് ചെയ്തത്. കാരണം ഇന്ദിരാഗാന്ധിയെ കൊന്നതുകൊണ്ട് സിഖുകാരെയൊക്കെ കൊല്ലാം. 2000-ഓളം സിഖുകാർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതിനേക്കാൾ കൂടുതൽ സിഖുകാരാണ് മരിച്ചത്. അപ്പോൾ ഇത്രയധികം ക്രൂരതകൾ നടത്തി ഇന്ദിരാഗാന്ധി, നമുക്കറിയാം, അടിയന്തരാവസ്ഥയിലൊക്കെ ഏറ്റവും അധികം ക്രൂരത കാണിച്ച പോലീസുകാർക്ക് പുതിയ രീതിയിൽ എങ്ങനെയാണ് ആളുകളെയൊക്കെ പീഡിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത, പത്രസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയ ഒരു നേതൃത്വമാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയെ ഒന്നും തള്ളിപ്പറയാത്ത, സഞ്ജയ് ഗാന്ധിയെ തള്ളിപ്പറയാത്ത, രാജീവ് ഗാന്ധിയെ തള്ളിപ്പറയാത്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പരീക്ഷയുടെ പേരിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മുമ്പിൽ നടക്കുമ്പം അതൊരു രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയ കോലാഹലം മാത്രമായിട്ട് ആ വിഷയം മാറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖം നഷ്ടപ്പെടുകയാണ് ഇതിലൂടെ ചെയ്തത്. കാരണം എത്രയോ വർഷമായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു. അതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, പല പരിപാടികൾ, ജാഥകൾ നടത്തി, പദയാത്രകൾ നടത്തി, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട്, ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. എന്നല്ലാതെ ജനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ തിരസ്കരിക്കുന്നൊരു പതിവാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ആ ഒരു വിഷയം അതിനെ പൂർണ്ണമായിട്ട് അത് കുളമാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സമരം തന്നെ, ആ സമരത്തിൽ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണിപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി, ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ നിരീക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള മാധ്യമപ്രവർത്തകരായ ആളുകൾ തന്നെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കും.